ബുല. അങ്ങനെ നമ്മുടെ ഡേ 2 ഇൻ ഫിജിയിലേക്ക് സ്വാഗതം കേട്ടോ. ബുല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിജിയൻ ലാംഗ്വേജിൽ ഹലോ എന്നാണ് അർത്ഥം. അവർ ഗ്രീറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ്. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് എല്ലാവരോടും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അവരും നമ്മൾ ഗ്രീറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ് കേട്ടോ. നമ്മൾ ഈ ഡേ 2 നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് താഴെ പോയി കുറച്ച് അവിടെ പൂളും ബീച്ചും ഉണ്ടായിരുന്നു. അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് വർക്കൗട്ട് ഒപ്പിച്ചു രണ്ടുപേരും. നല്ല ജിമ്മായിരുന്നു അവിടെ. അത്യാവശ്യം ഞാൻ ഇതുവരെ പോയിട്ടുള്ള ഹോട്ടൽസിൽ യൂഷ്വലി ഒരുപാട് എക്യുപ്മെൻറ്റ്സ് ഉണ്ടാവാറില്ല. കമ്പാരിറ്റീവ്ലി നല്ലൊരു ജിമ്മായിരുന്നു അതെ. അത് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്കൊന്ന് പോകാമെന്ന് വിചാരിച്ചു. ആക്ച്വലി ഇത്തിരി ചൂടായിരുന്നു. എന്തായാലും പോകാമെന്ന് വിചാരിച്ചു. അവർ നമുക്ക് ടാക്സി വിളിച്ചു തന്നു. നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴുള്ള കാഴ്ചകളാണിത്. ശരിക്കും നമ്മുടെ നാടിനെ ഭയങ്കരമായിട്ട് സിമിലറായിട്ട് തോന്നുവേ. നമ്മുടെ ഈ തെങ്ങ്, മാവ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കണ്ടു കഴിയുമ്പോഴത്തേക്കും അങ്ങനെ തോന്നും. പിന്നെ നമ്മുടെ ഈ ഡ്രൈവർ എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരു ഫിജിയനായിരുന്നെന്ന് തോന്നുന്നു. പുള്ളിക്ക് ഒരുപാട് കഥകളൊക്കെ പറയാനുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് പോയിട്ട് എത്തിയത് ഒരു ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ ഷോപ്പിലായിരുന്നു. ഷോപ്പല്ല, ആക്ച്വലി ഇറ്റ്സ് എ മാർക്കറ്റാണ് അവിടുത്തെ. ആ മാർക്കറ്റിൽ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരുപാട് ഫ്രൂട്ട്സ് ആൻഡ് വെജീസ് ഉണ്ടായിരുന്നു. ലൈക്ക് പൈനാപ്പിൾ, പേരയ്ക്ക, പഴം, നമ്മുടെ പലതരത്തിലുള്ള പഴം, മാങ്ങ, അങ്ങനെ ചക്ക കിട്ടിയില്ല. പിന്നെ നമ്മൾ വാട്ടർമെലൺ എല്ലാം നമ്മൾ ആക്ച്വലി പഴം, മാങ്ങ അതെല്ലാം നമ്മൾ കണ്ട ആ ഒരു എക്സൈറ്റ്മെൻറ്റിന് ഒരുപാട് കാര്യങ്ങൾ വാങ്ങിച്ചു അങ്ങനത്തെ കൊടുത്തിട്ട്. ആക്ച്വലി കുറച്ച് ചീപ്പുമാണ്. $5 ഫിജിയൻ ഡോളറൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ 5-8 മാങ്ങ കിട്ടും. വെരസ് ബാക്ക് ഹോം നമ്മൾ $8 കൊടുത്തിട്ടാണ് ഓസ്ട്രേലിയൻ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള മാങ്ങകൾ വാങ്ങിക്കുന്നത്. അതൊരു മാങ്ങ വാങ്ങിക്കുന്നത്. ഈ മാങ്ങയാണെങ്കിൽ നമ്മൾ ടേസ്റ്റ് ചെയ്തപ്പോൾ ശരിക്കും നമ്മൾ നാട്ടിലെ മാങ്ങ കഴിക്കുന്ന അതേ ടേസ്റ്റും ഉണ്ട്. നല്ല പഴുത്തിട്ടുള്ള നല്ല മാങ്ങയായിരുന്നു. ഈ മാർക്കറ്റ് അത്യാവശ്യം ക്രൗഡഡാണ്. പല തരത്തിലുള്ള ആൾക്കാരുണ്ടായിരുന്നു അവിടെ. ടൂറിസ്റ്റായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു, ഫിജിയൻ ആൾക്കാരുണ്ടായിരുന്നു, ഫിജിയൻ ഇന്ത്യൻ ആൾക്കാരുണ്ടായിരുന്നു. നമുക്ക് ഒരുപാട് പേരോട് സംസാരിക്കാനൊക്കെ പറ്റി. വളരെ നല്ല എന്താ പറയണ്ടേ, ജെൻറ്റിൽ ആൻഡ് സോഫ്റ്റായിട്ട് ഇടപെടുന്ന ആൾക്കാരാണ് ഫിജിയൻ ആൾക്കാരെന്നാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ നമ്മൾ കരിക്ക് കുടിച്ചു. അതിനുള്ളിൽ അവരത് കട്ട് ചെയ്തെന്ന് അത് കഴിച്ചു. നമുക്കിത് ഭയങ്കര ഒരു എന്താ പറയണ്ടേ, നൊസ്റ്റാൾജിക് ഫീലായിരുന്നു. കുട്ടികൾക്ക് അത്രയില്ല, അവർ കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വന്നു. ഭയങ്കര ചൂടായിരുന്നു. ഒരു 35 ഡിഗ്രീസെങ്കിലും ഉണ്ടായിരുന്നു ആ ടൈമിൽ. നമ്മളെല്ലാം ശരിക്കും മടുത്തു. എന്നാലും അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഈ മാങ്ങയൊക്കെ കട്ട് ചെയ്ത് കഴിച്ചു. അത് കഴിഞ്ഞ് ഈവനിങ് നമ്മൾ പോയത് ഇവിടെ തൊട്ടടുത്ത് ഒരു മെക്സിക്കൻ റെസ്റ്റോറൻ്റ് ഉണ്ട്. വാക്കിംഗ് ഡിസ്റ്റൻസേ ഉണ്ടായിരുന്നുള്ളൂ. അവിടേക്ക് നടന്നു പോയിട്ട് പിന്നെയും കഴിക്കുന്നത് കസാവ ഫ്രൈസാണ്. കപ്പ എന്ത് ഫോമിൽ കിട്ടിയാലും എപ്പോൾ കിട്ടിയാലും നമ്മൾ കഴിക്കുമല്ലോ. ബട്ട് കസാവ ഫ്രൈസ് ആയതുകൊണ്ട് കപ്പ കഴിക്കുന്നൊരു ഫീലില്ല. എങ്കിലും അത് കാണുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് ഓർഡർ ചെയ്തിട്ട് കഴിച്ചു. ഈ കാണുന്ന മരം നാട്ടിൽ നമ്മൾ ഇതിൻ്റെ പേരെനിക്ക് ശരിക്കും ഇപ്പം എന്താണെന്ന് മറന്നുപോയി. ഗുൽമോഹർ എന്നായിരുന്നു, വേറെന്തോ ഒന്നാണ് എൻ്റെ നാട്ടിലൊക്കെ പറയാം. എനിവേയ്സ് അത് കണ്ടപ്പോൾ പെട്ടെന്നൊരു എൻ്റെ സ്കൂളിൻ്റെ മുറ്റത്തെ മരം ഉണ്ടായിരുന്നു, ഒരു നൊസ്റ്റാൾജിയ വന്നു. അത് കഴിഞ്ഞ് അതേ റെസ്റ്റോറൻറ്റിന് താഴത്തെ ഫ്ലോറിൽ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു, വെള്ളമൊക്കെ ആയിട്ടും. ബട്ട് സൂപ്പർ മാർക്കറ്റ് എങ്ങനെയുണ്ട് എന്നും കൂടെ നോക്കാമെന്നും കൂടെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു അതിൻ്റെ പുറകിൽ. കുറച്ച് പ്രൈസി ആയിട്ടാണ് തോന്നിയത്. ചിലപ്പോൾ അത് ഒരു ടൂറിസ്റ്റ് അക്കോമഡേഷനൊക്കെ അടുത്തുള്ള ഒരു ഓപ്ഷൻ ആയതുകൊണ്ടായിരിക്കാം. യൂഷ്വലി എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇവിടെ ഇത്ര എക്സ്പെൻസീവ് ആണോ എന്ന് എനിക്കറിയില്ല. പിന്നെ നമ്മളിത് ഈ പഴം പുഴുങ്ങി കഴിച്ചു.